എല്ലാവർക്കും മഞ്ജുസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് വേറെ ഒന്നല്ല, കുറേ തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റാറില്ല. പിന്നെ വേറെ എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ഒറ്റയ്ക്ക് ഇതല്ലോ ഫോണ് പിടിച്ചിട്ട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ നമ്മളെ പണി അങ്ങനത്തെ ആയതുകൊണ്ടും ഒപ്പം കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ടും മോൾക്കൊക്കെ ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കൃഷി രീതി പ്രിസിഷൻ ഫാമിങ്ങിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക. ഇപ്പോൾ ഇത് കാണുന്നവർക്ക് കൂടുതൽ കൃഷിയായി താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെയാവാം. പിന്നെ അതിന് പുതിയ അപ്ഡേഷൻസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലൊരുക്കലാണ്. അപ്പോൾ ആദ്യം ഒന്ന് നന്നായി കള കെട്ടി ഞങ്ങൾ ഫാമിലിക്ക് ആവശ്യമുള്ള പുല്ല് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടാണ് ഇപ്പോൾ അതിന് തിരഞ്ഞെടുത്തേക്കണത്. അപ്പോൾ അതിലാദ്യം ഒരു വട്ടം നമ്മൾ വണ്ടിയൊക്കെ അടിച്ചത് കാണിച്ചു തരാം. ട്രാക്ടർ ശരിയാക്കി ഇതാക്കി. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക തുടക്കം മുതലുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കണത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ, ഞാനും എൻ്റെ മക്കളും കൂടെയാണ് എല്ലാവരും കൂടെയാണ് തുടങ്ങുന്നത്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ട്രാക്ടർ ഇപ്പോൾ വരം എന്ന് പറഞ്ഞത് അപ്പോഴങ്ങനെ തോന്നിയതാണ്, എന്നാൽ തുടക്കം മുതൽ നമുക്കൊന്ന് കാണിച്ചാലോ എന്ന് തോന്നിയതാണ്. വേറെയുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതും ആവാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്നാൽ അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ചണ്ടിയാണ്, നിറച്ച് ചണ്ടിയാട്ടോ. അപ്പം അത് ഒരാഴ്ചയായിട്ട് വണ്ടി വന്ന് പൂട്ടിയിട്ട് അത് ഒന്നിച്ച് വലിച്ചു കൂട്ടി പോയിട്ടുണ്ട്. അപ്പം അത് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ്. ട്രാക്ടർ വന്നോണ്ടിരിക്കുന്നു. കുഞ്ഞു വാങ്ങ ഇത് പിടിക്കും, അതാണ് വയ്ക്കും. അതൊന്ന് അവിടുന്ന് പിടിച്ചോ. ഇതൊന്നും എടുക്കുന്നുണ്ടോ? ഇത് എടുക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിട്ടോ. ഇതാണ് സ്ഥലം, കണ്ടില്ലേ? മൊത്തം പുല്ല് വെച്ചിട്ടേ ആ ഫുള്ള് ഒരു തരം മഞ്ഞ ചെടി ഉണ്ട്. അപ്പോൾ അത് ആദ്യം പുല്ല് കത്തിക്കണം, എന്നാലാണ്. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാക്ടർ ഒരു വട്ടം കൂട്ടി ഒന്നും ശരിയായിട്ടില്ല. അപ്പം ഇനി റൊട്ടേറ്റർ വെച്ചിട്ട് പൊടി പോലെ ആക്കണം, എന്നാലാണ് നമ്മൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മൾച്ചിങ് ചെയ്യണമെങ്കിൽ നല്ല പൊടി പോലെ ആയിരിക്കണം മണ്ണ്, എന്നിട്ട് വേണം മൾച്ചിങ് ചെയ്ത് ഡ്രിപ്പ് കൊടുത്ത് ഫുൾ ഓട്ടോമാറ്റിക് പോലെ വെള്ളം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് നമ്മൾ ഇടും ചെയ്യുമ്പോൾ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ. ഫുള്ള് പച്ചയാണ്, കത്തി പോണത് കോട്ടയെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി പിന്നെ ഇനി ഉണ്ട് കേട്ടോ, നിറച്ച് ഒരു തരം തോട്ടിലൊക്കെ ഉണ്ടാവണ ഒരു മഞ്ഞ ചെടിയില്ലേ, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണുന്നുണ്ടാവും. എത്ര വെട്ടിക്കളഞ്ഞാലും ആ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാട് പോലെ നമ്മൾ എത്ര വെട്ടിയാലും അത് കാട് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് തോട്ടിൽ നിന്ന് കയറുന്ന ഒരു തരം ചെടിയാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് ഇപ്പോൾ വണ്ടി വന്നിട്ട് ഒരു വട്ടം പൂട്ടിയതാണ്. അതിൻ്റെ മറ്റേ വലിച്ചിട്ടോ അവിടെ അവർ കൂട്ടിപ്പോയിരിക്കുക. അപ്പോൾ അവർ പോകുമ്പോൾ തന്നെ പറഞ്ഞു ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കത്തിക്കാനായിട്ട്, പട്ടിട്ട് കത്തിക്കാനായിട്ട്. കുറേ കത്തിപ്പോവും, കുറേ കത്തില്ല. അപ്പോൾ പിന്നെ ഇനി റൊട്ടേറ്റർ ഇട്ട് വെച്ച് അടിക്കുമ്പോൾ അത് പൊടിയാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പൊടിയായിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ചെയ്തു നോക്കട്ടെ. നല്ല വെയിലാട്ടോ, നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്തത്രയും വെയിലാണ്. പക്ഷേ ഞങ്ങൾ രാവിലെ ഇറങ്ങണം വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഫാമിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരം വൈകി, നല്ല വെയിലായി. അപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ടുണ്ട് പാർട്ടിക്ക് ഇറങ്ങി. അപ്പോൾ നമുക്കതൊന്ന് കത്തിച്ചിട്ട് ബാക്കി വലിച്ചു കൂട്ടാം. അപ്പോൾ കത്തിക്കണം. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ റൊട്ടേറ്റർ വരുന്നതിന് മുന്നേ കുമ്മായ ഇട്ട് കൊടുക്കും കേട്ടോ, മണ്ണിലെ പുളിരസം മാറ്റാനായിട്ട് ഇതിട്ടിട്ട്. അതായത് ഇപ്പോൾ ഇന്ന് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ദിവസത്തോളം മണ്ണ് അങ്ങനെ കടന്നിട്ട് മാത്രമേ വിത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒപ്പം കുമ്മായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുമ്മായ കൊണ്ട് കുറഞ്ഞ വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്തിട്ട് പോവാം പാടത്തേക്ക്. എന്നിട്ട് അത് വീശി കൊടുക്കണം. കാറ്റ് കാരണം ഇടാൻ ഇത് പൊടിയായിട്ട് പോകുക എന്നുള്ളതാണ്. അത് നമുക്ക്
പേടിയൊക്കെ ഉണ്ട് കത്തിക്കുമ്പോൾ. കാരണം ആരും ഇവിടെ ഇല്ല, ഞാനും കുട്ടികളും മാത്രമല്ലോ, ഏട്ടനും ഇവിടെ ഇല്ല. കത്തുണ്ട് കേട്ടോ, കത്തുന്നുണ്ട്. നല്ല കാറ്റാണ്, പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൈപ്പും നിറച്ച് പൈപ്പാണ്. ഡ്രിപ്പ് കൊടുത്തതിൻ്റെ പൈപ്പുണ്ട്, സ്പ്രിംഗ്ലർ കൊടുത്തതിൻ്റെ പുല്ല് നനയ്ക്കാൻ. പോയി കഴിഞ്ഞാൽ പെട്ടു. അപ്പോൾ ഇത് ഇങ്ങനെ കത്തുണ്ട് കേട്ടോ. ഇനി ഒരു ഒറ്റ പണിയും കൂടെ ഉള്ളൂ. നല്ല വെയിലായി, വയ്യ, അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ വെയിലായി. കുമ്മായ ഇടണം. അപ്പോൾ അത് കത്തി കഴിയാതെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, ഫുള്ള് 4 പുറം ചൂടാ, നല്ല വെയിലും. അപ്പോൾ നമുക്ക് കുമ്മായം കെട്ടയച്ചിട്ടേ കൊത്തി വയ്ക്കാം. വണ്ടി വരും നമുക്ക് വന്നിട്ടില്ല. വരികയാണെങ്കിൽ അതുകൂടെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടിക്കാരന് വരുന്നതാണല്ലേ. എന്തായാലും നമുക്ക് കുമ്മായം ഇട്ടിട്ടേ പോവാം, വീട്ടിൽ പോവാച്ചിട്ടാണ്. പിന്നെ നമ്മുടെ വലിയ പണിയില്ല, അതിൽ വന്നിട്ട് ഒരേക്കിട്ട് ഇത്തള് 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 മാസ്ക് എവിടെ? നമ്മുടെ മാസ്ക് നല്ല തൂളാണ്. ട്രാക്ടർ വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. അത് കുമ്മായ നല്ല തൂളാണ്, മാസ്ക് ഇടാതെ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് മാസ്ക് ഇടുന്നു. മാസ്ക് ഇട്ടിട്ട് ഇങ്ങോട്ടിട്ടെന്നാ വണ്ടിക്കാരൻ ഞങ്ങളിപ്പോൾ കത്തിച്ചിട്ടുള്ളൂ, ഓടുന്നോ ആർക്ക്.
പൊടിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ക്ഷീണിച്ചു, നിർത്തേ.